വെനസ്വേലയിൽ ശരിയായ അധികാര കൈമാറ്റം ഉണ്ടാകും വരെ അമേരിക്ക ഭരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആവശ്യമെങ്കിൽ വെനസ്വേലയിലേക്ക് വീണ്ടും ആക്രമണം നടത്തുമെന്നും ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയിലെ എണ്ണ ഇനി മുതൽ യുഎസ് കമ്പനികൾ കൈകാര്യം ചെയ്യുമെന്നും പ്രഖ്യാപനം. ബന്ദിയാക്കിയ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും യുഎസിലെ ന്യൂയോർക്കിലെത്തിച്ചു. മദുറോയ്ക്കെതിരെ നാർക്കോട്ടിക് ടെററിസം, ലഹരിക്കടത്തിനായുള്ള ഗൂഢാലോചന, മാരകായുധങ്ങൾ കയ്യിൽ വെക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വിചാരണ തുടങ്ങുകയാണ് അമേരിക്ക. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. അഭിലാഷ്, ഏറെ നാളുകളായി അത്തരമൊരു നടപടിയിലേക്ക് അമേരിക്ക കടന്നേക്കുമെന്ന സൂചനകൾ ഉള്ളപ്പോഴും ഇങ്ങനെയൊരു സൈനിക നടപടി അപ്രതീക്ഷിതമായിരുന്നു. ആ നടപടിയിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അമേരിക്ക ഓപ്പറേഷൻ റിസോൾവ് നടപ്പാക്കിയത് എന്നത് ഉൾപ്പെടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ട്രംപ് പറയുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങൾ അറിയണം. ഒപ്പം അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം ഈ നാർക്കോട്ടിക് ടെററിസ്റ്റ് എന്ന ലേബലിൽ മദുറോയെ വിചാരണ ചെയ്യുന്നതിനപ്പുറം എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ വ്യക്തമാവുന്നത്? ശ്രീജ, തീർച്ചയായിട്ടും ഇതിൽ ഒരു നാർക്കോട്ടിക് ആയിട്ടുള്ള ഒരു രാജ്യം, ആ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ലഹരി മരുന്നുകൾ കടത്തുന്നു. അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ യുദ്ധം, അതിൽ പങ്കാളിയായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ, അയാളെ പിടിച്ചുകൊണ്ടുപോകുന്നു, അയാളെ വിചാരണയ്ക്ക് വിധേയനാക്കുന്നു. അങ്ങനെ ആ രാജ്യത്ത് നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഒരു മാരക ലഹരി വ്യാപനം തടയുന്നതിനും വേണ്ടി അതീവ രഹസ്യമായി അമേരിക്ക നടത്തിയ ഒരു വലിയ ദൗത്യം എന്നുള്ള നിലയിലാണ് ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞതെങ്കിലും അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവുന്നത്. അമേരിക്കയുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ വെനസ്വേലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ തന്നെയാണെന്നുള്ളത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. വെനസ്വേലയിലെ അവിടുന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന എണ്ണ മുഴുവൻ ഇനി മുതൽ അമേരിക്ക കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യമാണ് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. 1976 വരെ മറ്റ് രാജ്യങ്ങൾക്ക് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ എടുക്കാമായിരുന്നെങ്കിൽ പോലും അതിനുശേഷം അവിടുത്തെ എണ്ണ ദേശസാൽക്കരിക്കുകയും മറ്റ് രാജ്യങ്ങളെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അമേരിക്കയും വെനസ്വേലയുമായിട്ടുള്ള തർക്കം പതിറ്റാണ്ടുകളായി നീളുന്ന തർക്കമായിരുന്നു. ഹ്യൂഗോ ഷാവേസും അമേരിക്കയുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നമുക്ക് ഇതിനു മുമ്പ് അറിയാവുന്നതാണ്. അത് പിന്നീട് നിക്കോളാസ് മദുറോ വരുമ്പോഴും ഹ്യൂഗോ ഷാവേസിൻ്റെ അതേ വഴിയിൽ തന്നെ പോവുകയും അമേരിക്കയുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടിനും തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2017 മുതൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലഘട്ടത്തിൽ, ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വരുന്ന കാലഘട്ടം മുതൽ തന്നെ നിക്കോളാസ് മദുറോയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ ഉലഞ്ഞ രീതിയിലായിരുന്നു. അതിപ്പോൾ വീണ്ടും രണ്ടാമത്തെ ടേം അധികാരത്തിൽ ഡൊണാൾഡ് ട്രംപ് എത്തുമ്പോഴും അതിനേക്കാൾ കൂടുതൽ മോശമായ രീതിയിൽ തുടരുന്നതിൻ്റെ ഒരു പര്യവസാനമാണ് ഇന്നലെ ലോകം കണ്ടത്. ഇന്നലെ രാവിലെയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ഡെൽറ്റ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വെനസ്വേലയിൽ ആക്രമണം നടത്തുന്നു. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിൽ വലിയ രീതിയിൽ ബോംബ് ആക്രമണങ്ങൾ നടത്തുന്നു. അതിൻ്റെ വാർത്തകൾ നമുക്ക് കിട്ടുന്നു. പക്ഷേ അതിന് പിന്നാലെ വരുന്ന വാർത്തകളാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ഭാര്യയെയും മറ്റൊരു രാജ്യം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള വാർത്ത. അത് വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സിലിയ ഫ്ലോറസിനെയും അമേരിക്ക തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത ലോകത്തെ ഞെട്ടിച്ചതാണ്. അതിന് പിന്നിൽ അമേരിക്ക ഒരുപാട് ആരോപണങ്ങൾ നിക്കോളാസ് മദുറോയ്ക്കെതിരെ ആരോപിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വലിയ രീതിയിലുള്ള മാരക ലഹരി വസ്തുക്കൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഫെന്റനിൽ അടക്കമുള്ള മാരക ലഹരികൾ. അതുപോലെ തന്നെ അവിടെ നാർക്കോ ടെററിസം നടക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ നാർക്കോ ടെററിസം വളർത്തുന്നതിനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല നിക്കോളാസ് മദുറോ വലിയ രീതിയിൽ മാരകായുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷനിലേക്ക് അമേരിക്ക കടക്കുന്നതും ഇപ്പോൾ നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും അമേരിക്കയിൽ എത്തിച്ചിരിക്കുന്നതും അവിടുത്തെ കോടതികളിൽ വിചാരണ നേരിടേണ്ടി വരും ഇരുവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മാത്രമല്ല, ട്രംപ് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി വെനസ്വേല ആര് ഭരിക്കണമെന്നുള്ള കാര്യം അമേരിക്ക തീരുമാനിക്കും. അങ്ങനെ പുതിയൊരു അധികാര കൈമാറ്റം ഉണ്ടാകുന്നത് വരെ വെനസ്വേല അമേരിക്ക ഭരിക്കും. അവിടെ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ അമേരിക്ക ഭരിക്കുമെന്നുള്ള കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതിൽ ശരിയായ അധികാര കൈമാറ്റം എന്നുള്ളൊരു വാക്കാണ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആരുടെ ശരി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്കയുടെ ശരി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതായത് അവിടുത്തെ
അവിടുത്തെ പ്രതിപക്ഷം, അതായത് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുമായി അടുത്ത് നിൽക്കുന്ന നിക്കോളാസ് മദൂറോയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്. അങ്ങനെ അവരിലേക്ക് അധികാരം എത്തിച്ച് അതിന് പകരമായി അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വെനസ്വേലയിൽ ഒരു ഇടം ലഭിക്കുകയും അവിടെ നിന്ന് കൂടുതലായി എണ്ണ അമേരിക്കയ്ക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും അതിനനുസരിച്ചുള്ള ഒരു ഭരണകൂടം അവിടെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് നേരത്തെ മദൂറോയും പറഞ്ഞിരുന്നത്. വെനസ്വേലയ്ക്കെതിരെ ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അമേരിക്കയുടെ എണ്ണയും മിനറൽസും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നേരത്തെ മദൂറോയും പറഞ്ഞിരുന്നത്. ആ മദൂറോയുടെ നിരീക്ഷണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നലത്തെ പ്രഖ്യാപനങ്ങൾ വന്നത്. ഇനി അമേരിക്കയുടെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളെല്ലാം വെനസ്വേലയിലെത്തും. അവിടെ നിന്ന് ഈ എണ്ണയെല്ലാം അമേരിക്ക കൈകാര്യം ചെയ്യും. അതിൻ്റെ ലാഭവിഹിതം കൃത്യമായി വെനസ്വേലയ്ക്ക് എത്തും. അങ്ങനെ തകർന്നഴിഞ്ഞ വെനസ്വേലയെ തിരിച്ചു കൊണ്ടുവരും, അവിടുത്തെ സമ്പദ്ഘടന പുഷ്ടിപ്പിക്കും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അതിൽ എത്രത്തോളം നടക്കുമെന്നുള്ളത് അറിയില്ല. പക്ഷേ വരുന്ന ദിവസം അതിന് മാത്രമല്ല, അതിന് എങ്ങനെയാണ് ഈ ട്രംപിൻ്റെ ലക്ഷ്യം അത് നടപ്പാക്കുക എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ഇപ്പോഴും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അവിടുത്തെ സൈന്യവും പാരാമിലിറ്ററിയും എല്ലാം ഇപ്പോഴും നിക്കോളാസ് മദൂറോയുടെ ഒപ്പം നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രി, അതുപോലെ ആഭ്യന്തരമന്ത്രി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോഴും വെനസ്വേലയിലുണ്ട്. മാത്രമല്ല വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്, അദ്ദേഹം അവിടെ ഇപ്പോഴുമുണ്ട്. അദ്ദേഹം ഉടനെ അവിടുത്തെ അധികാരം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡെൽസി റോഡ്രിഗസും ഇപ്പോഴത്തെ ഭരണപക്ഷത്തിൻ്റെ ടീമും അതുപോലെ അവിടുത്തെ പ്രതിപക്ഷവും, അതായത് അമേരിക്കൻ സഹായമുള്ള അമേരിക്കൻ പിന്തുണയുള്ള പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്കും ഒരു സംഘർഷത്തിലേക്കും രാജ്യം കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇനി ഒരുപക്ഷെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്.